നവാസിക്കയുടെ വിശേഷങ്ങളും കൂടെ അല്ലേ? നവാസിക്കയും രഹനയും ഈടെ അവരുടെ മൂവിയുടെ പ്രൊമോഷന്റെ സമയത്ത് നമ്മുടെ ഓഫീസിൽ വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവരുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞിരുന്നു. എന്നാലും അവരും ആലുവയിൽ തന്നെയാ താമസിക്കുന്നതെന്ന് അറിയാം. ഇവിടെ തൊട്ടടുത്താണോ അവരും? ഇവിടെ ഒരു 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വ്യത്യാസമുള്ളൂ. എല്ലാവർക്കും 4 മൈൽ എന്ന് പറയും സ്ഥലത്താണ് അവര്. എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് നവാസിക്കയാണോ നിയാസിക്കയാണോ മൂത്തതെന്നുള്ള കാര്യം. കാരണം നിങ്ങൾ 3 ആൺമക്കളാണെങ്കിലും ഞങ്ങളെ പോലത്തെ പബ്ലിക്കിന് അറിയാവുന്നത് നിങ്ങൾ 2 പേരാണല്ലോ ഫേമസ് ആയിട്ടുള്ളതും സെലിബ്രിറ്റി ആയിട്ടുള്ളതും. അപ്പൊ ഞങ്ങൾക്ക് കുറെ പേര് പറയും നവാസിക്കയാ മൂത്തതെന്ന്, കുറച്ചു പേര് പറയും നിയാസിക്ക. പക്ഷെ നിങ്ങളെ 2 പേരും എടുത്തു ഇതിലാരോ മൂത്തെന്ന് ഒരു രീതിയിലും മനസ്സിലാവില്ല. മൂത്ത നമുക്ക് നവാസ് വാസ്തവത്തിൽ മൂത്തത് അപ്പൊ നിയാസിക്കയാണെന്ന് ഇതോടെ മനസ്സിലായിട്ടുണ്ട്. സിനിമ ചിരിമ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ മനോരമയില് ചെയ്തിരുന്നത്. സിനിമ ചിരിമ സിദ്ദിഖ് സാറാണ് അത് ചെയ്തത്. സിദ്ദിഖ് സാറിന്റെ ഒരു കോർഡിനേഷൻ ആയിരുന്നു അത്. അപ്പോ ഞങ്ങള് 2 പേരെയും വേദിയിൽ വിളിച്ച് വരുത്തിയിട്ട് അന്ന് ഹരിശ്രീ അശോകേട്ടനും ഞാനും നവാസും കൂടി നിന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു. അന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ 2 പേരെയും വിളിച്ചത് ഇതാണ് നിയാസ്, ഇയാളാണ് ജ്യേഷ്ഠൻ, ഇതാണ് നവാസ്, ഇങ്ങനെ ഇതൊക്കെ വ്യക്തമായി നമ്മൾ അത് നല്ല ഹിറ്റ് ആയതുമാണ് ആ ഒരു എപ്പിസോഡ്. കുറെ കണ്ടത് ആളുകള് ഇപ്പോഴും എന്നോട് ചോദിക്കും ആരാ ജ്യേഷ്ഠൻ. അത് നവാസ് പൊതുവെ വാപ്പാടെ ഒരു ഹൈറ്റാ, ഞാൻ കുറച്ച് ഉയരം കുറഞ്ഞ രീതിയിൽ ഉമ്മാടെ ഒരു പ്രകൃതാണ് എനിക്ക്. നവാസ് കുറച്ചും കൂടി ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഫീൽഡിലേക്ക് ആദ്യം വന്നത്, അതായത് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ആളുകൾ ആദ്യമേ അറിഞ്ഞു തുടങ്ങിയത് നവാസാണ്. നവാസ് അന്ന് കലാഭവനിൽ ഉണ്ടായിരുന്ന സമയത്ത് നവാസിന്റെ ഒരു കലാഭവൻ ടൂർ കേസറ്റ് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെയാണ് ശരിക്കും നവാസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ശരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത്. യു എസ് എ ഒരു വേൾഡ് ട്രിപ്പ് ആയിരുന്നു അത്. അതിന്റെ ഒരു കേസറ്റൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ നവാസ് സിനിമയിലേക്കും ആദ്യം സിനിമയില് വേഷങ്ങൾ ചെയ്തത് നവാസാണ്. നവാസ് എറണാകുളം ബേസ് ചെയ്താണ് അന്ന് നിന്നിരുന്നത്. നമുക്ക് കലാഭവനില് ഉള്ളത് കൊണ്ട്. ഉമ്മാടെ നാട് ഞാൻ പറഞ്ഞിരുന്നു, ഉമ്മാടെ നാട് പുല്ലേപ്പടിയാണ്. കലാഭവന്റെ ടൗൺ ഹാളിന്റെ ഇടയിലൂടെയുള്ള ആ ഒരു വഴിയാണ് ഉമ്മാടെ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പൊ നവാസ് അവിടെയാണ് കൂടുതലും എറണാകുളത്ത് ഉണ്ടായിരുന്നുകൊണ്ടും കൂടുതൽ സിനിമകൾ ആദ്യമേ ചെയ്തതൊക്കെ നവാസാണ്. അപ്പോ ഫസ്റ്റ് ഈ രംഗത്തേക്ക് വരുന്ന ഒരാളും പിന്നെ കാഴ്ചയിലും എന്നേക്കാൾ കുറച്ചും കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ, അപ്പൊ ഇയാളാണ് ജ്യേഷ്ഠൻ എന്നുള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്തതാ. അപ്പൊ നവാസിക്ക് ഇടയ്ക്കെങ്കിലും വന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യൻ നിങ്ങൾക്ക് പ്രായമായി ഞങ്ങള് 2 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഞങ്ങള് എടാപോട ടീമാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി, ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഒരു പോക്ക്. അപ്പോ അതിന് മാത്രം പ്രായം വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഈ കണ്ടാലും ഞങ്ങളുടെ പെരുമാറ്റം കണ്ടാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും പുറത്താണെങ്കിലും നവാസെന്ന് വിളിക്കുള്ളൂ ഞങ്ങള്. അല്ലെങ്കിൽ വേറെ എല്ലാവർക്കും ഇക്ക എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ മനസ്സിലാവൂല്ലോ. ഇത് അതും മനസ്സിലാവില്ല. ഈ പ്രോഗ്രാമിന് പോണോടത്താണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇത് ആരാണ്. എന്നാലും എന്തെങ്കിലും നവാസിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവനെന്തിനാ അത് പറഞ്ഞു? ഇല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവനും കാണാൻ ചുള്ളനല്ലേ. അല്ല അതല്ല പറഞ്ഞ ചേട്ടനായിട്ട് നിക്കട്ടെ, എന്നെ കാണാൻ രണ്ടാമത് തോന്നിട്ട് ഈ പറയുന്ന തെറ്റിദ്ധാരണ മാറ്റി കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് മറിമായത്തിലെ വിശേഷങ്ങളും കൂടെ. മറിമായം ഇപ്പൊ എത്രയാ 14 വർഷം കഴിഞ്ഞു. ഞങ്ങളെ 2011 തുടങ്ങിയത്. എത്ര 14 വർഷം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു ഇതാണ്. എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല, മതിയാവില്ല, പിന്നെയും പിന്നെയും ഇങ്ങനെ കാണാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോഴും അല്ലേ? ഇവിടെ അപ്പൊ അതങ്ങനെ ഉണ്ട്. നമ്മുടെ അരൂര് മനോരമയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ,
അവിടെയാണ് അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. സ്റ്റുഡിയോയിൽ ഒരു ഫ്ലോർ ഉണ്ട് നമുക്ക്, ഓഫീസ് സീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അത് കൂടാതെ പിന്നെ സ്റ്റുഡിയോയുടെ പരിസരത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ അതെ ഓക്കെ. ഞാൻ തൊട്ട് മുന്നേ ഇക്കയുടെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ അന്നത്തെ രസങ്ങളുടെ ഭാവം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, രസങ്ങൾ ചെയ്യുമോ. അപ്പൊ ഇക്ക അത് വേണ്ട, അത് കുറെ കഴിഞ്ഞു, അത് നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ ഈ മീഡിയ വഴി വരുമ്പോഴേ അങ്ങനെ കുറെ പേര് കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നോട് പലരും റിക്വസ്റ്റ് ചെയ്തു അത് തന്നെ ഇങ്ങനെ കാണിക്കല്ലേ, പുതിയത് പുതിയ ഐറ്റം എവിടെ ക്യാമറ, പുതിയ ഐറ്റം എന്തായാലും ഇക്കനെ പോലത്തെ ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ ഇക്കയുടെ ഒരു പെർഫോമൻസ് എല്ലാരും എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് വർത്തമാനം പറയുന്നതിന്റെ ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കാം. വേറൊന്നല്ല, ഞാൻ ഈ സ്ലാങ് ഇങ്ങനെ മാറ്റി പറയാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ മറിമായത്തില് പല ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ 14 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത ക്യാരക്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ രൂപങ്ങൾ മാറ്റും, നമ്മുടെ സംസാര ശൈലി മാറ്റും, നമ്മുടെ ബിഹേവിങ് സ്റ്റൈല് മാറ്റും, ഓരോ പ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അങ്ങനെ പല രീതിയിലും പിടിച്ചു നോക്കും. അപ്പൊ അതിൽ എനിക്ക് ഒരു കുറച്ചും കൂടി ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ സ്ലാങ് മാറ്റി പറയുന്നതുകൊണ്ട് അങ്ങനെ കുറെ രക്ഷപ്പെടാം. ഈ പാലക്കാടൻ സ്ലാങ് ഞാൻ അതിൽ കുറെ ക്യാരക്ടേഴ്സിന്, ശീതളൻ എന്നുള്ള ക്യാരക്ടറും കോയ എന്നുള്ള ക്യാരക്ടർ, അങ്ങനെ 2 ക്യാരക്ടർ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് വരുമ്പോ ഞാൻ കോയയാവും, അതല്ലാതെ ഹിന്ദു ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോ ഞാൻ ശീതളനാവും. അപ്പോ ഈ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ സ്ലാങ് മാറ്റി പിടിക്കലും, വേഷഭൂഷാദികളൊക്കെ മാറിയാലും അതിന്റെ കൂട്ടത്തിൽ ഈ സ്ലാങ് മാറ്റി പിടിക്കാറുണ്ട്. അപ്പൊ സ്ലാങ് ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് ആൾക്കാർക്ക്, ഈ പല സ്ഥലത്തുള്ള സ്ലാങ്. എനിക്ക് കുറെ പറയാൻ കിട്ടിയില്ലെങ്കിലും അതൊന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ കുറച്ചു നേരം പാലക്കാട്ടുകാരനാവാം. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചോ, ഞാൻ പാലക്കാട് സ്ലാങ്ങിൽ അങ്ങോട്ട് പറഞ്ഞോളാം. ആണോ? അപ്പൊ പാലക്കാട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? അതാണ് ആദ്യം പാലക്കാട് എന്ന് പറഞ്ഞാൽ ആദ്യം പാലക്കാടിലെ കാര്യങ്ങൾ പറയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഏതാണ്ട് പറയാലോ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ. ആണല്ലേ? ഓ, അപ്പൊ പാലക്കാട് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം, എവിടേക്ക് വേണമെങ്കിലും പോവാ. അതിലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ലാങ് പറഞ്ഞ് ഇവരാരെങ്കിലും ഒക്കെ പറ്റിച്ചിട്ടുണ്ടോ ഫോൺ ചെയ്ത്? ഉണ്ടല്ലേ? ഈ ടീമൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് പറ്റിക്കുന്ന ടീമാണ്, ഓരോറ്റടത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. അതല്ല, ലൊക്കേഷനിലേ ചിലപ്പോ നീയൊക്കെ കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ടിരിക്കായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും സീരിയസ് കാര്യത്തിന് വിളിക്കുമ്പോണ്ടല്ലോ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ വിളിക്കും, എനിക്കിങ്ങനെ ഞാൻ ചിലപ്പോ മലയാളം തന്നെ ഉണ്ടാവുള്ളൂ, സ്ലാങ് ഏതെങ്കിലും